അവൻ മരണത്താൽ സാത്താന്റെ തല തകർത്തു, തന്റെ രക്തത്താൽ പാപക്കറകൾ നീക്കി. നിന്റെ വ്യാധിയും വേദനയും നീക്കുവാൻ, നിന്റെ ശാപത്തിൽ നിന്നും വിടുതൽ നൽകാൻ, കുരിശിൽ ജയിച്ചെല്ലാറ്റെയും, കുരിശിൽ ജയിച്ചെല്ലാറ്റെയും. ഹീനമനുജനം എടുത്ത യേശുരാജൻ നിൻ സമീപിനിൽ ഏറ്റുകൊള്ളവനെ തള്ളാതെ, ഏറ്റുകൊള്ളവനെ തള്ളാതെ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. വലിയ സന്തോഷത്തോടുകൂടെ തിരുവചന കേൾവിക്കായി ആഗതരായിരിക്കുന്ന, ലോകമാകെ ശ്രദ്ധിക്കുന്ന ബഹുമാനരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ കൈമാറുകയാണ്. ഫിലദൽഫിയ AG ഷാർജ ചർച്ച് ഒരുക്കിയ വലിയൊരു വിരുന്നാണ് എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ് എന്ന കാര്യം. അതിൻ്റെ മുൻപിൽ നിൽക്കുന്ന പാസ്റ്റർ റെജി തോമസ് അവർകൾക്കും സഭാംഗങ്ങൾക്കും അതിനുവേണ്ടി വലിയ അധ്വാനം കഴിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദിയും സ്നേഹവും ഞാൻ പങ്കിടുകയാണ്. ഇന്ന് രാത്രി നമുക്ക് തിരുവെഴുത്തിന്റെ ആഴങ്ങളിലേക്ക് കടക്കുവാൻ സ്വർഗ്ഗം നമ്മളെ സഹായിക്കട്ടെ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒരു വലിയ അറിവ് നമുക്ക് ഉണ്ടാകണം. ഞാൻ ചെറിയൊരു മുഖവുര പറയുന്നത് പുതുതായി അറ്റൻഡ് ചെയ്യുന്നവർക്ക് വളരെ എളുപ്പത്തിന് വേണ്ടിയാണ്. 5 യുഗങ്ങളാണ് ബൈബിളിൽ എഴുതിയിട്ടുള്ളത്. 15 യുഗങ്ങൾ വരെയുള്ള പഠനമുണ്ട്. അതിൽ ആദാം മുതൽ മോശ വരെ പൂർവ്വകാലം, പൂർവ്വയുഗം. മോശ മുതൽ സ്നാപക യോഹന്നാൻ വരെ ന്യായപ്രമാണ കാലം, ന്യായപ്രമാണ യുഗം. സ്നാപക യോഹന്നാന്റെ മരണം മുതൽ യേശുവിന്റെ അയേറയിലെ വരവ് വരെ കൃത്യമായി എഴുതിയിരിക്കുന്നു. അത് സുപ്രസാദ കാലമാണ്. അത് കഴിഞ്ഞാൽ 4ാമത്തെ യുഗം പരീക്ഷാകാലം എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ആ പരീക്ഷാകാലത്തിലെ തിലിപ്സിസ് ടീസ് മെഗാലീസ് ബീഭത്സമായ കഷ്ടം വരുന്നുണ്ട്. ആ കഷ്ടം സംബന്ധിച്ച് നമ്മൾ ഇടയ്ക്ക് ഒന്ന് ചിന്തിച്ചതാണ്. ആ കഷ്ടത്തിൽ ഉള്ള, ആ പരീക്ഷാകാലത്തിലുള്ള സംഭവങ്ങളാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. പരീക്ഷാകാലത്തിൽ നിന്ന് നിത്യതയിലേക്ക് ആരാണ് പോകുന്നത്? പരീക്ഷാകാലത്തിൽ നിന്ന്. അതുകൊണ്ട് ഈ നമ്മുടെ ടൈറ്റിൽ ഇപ്പോൾ ഒന്ന് വായിക്കാം. നമുക്ക് ഇവിടെ എഴുതിയിരിക്കുന്ന ടൈറ്റിൽ ജസ്റ്റ് ജീന വായിക്കണം എന്ന് ഓർപ്പിക്കുന്നു. ചരിത്രത്തിലെ നിത്യത മുതൽ നിത്യത വരെ, ചരിത്രത്തിലെ അവസാന അർദ്ധരാത്രി 2 ആധിപത്യങ്ങളുടെ പരമാധികാരം 2 ഇടങ്ങളിൽ വെച്ച് 2 പുത്രന്മാർക്ക് കൈമാറ്റം ചെയ്യുന്നു. അവരുടെ നിത്യത ചരിത്രത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന സംഭവമാണിത്. ലോക ചരിത്രത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന കാര്യമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ആദ്യമേ അതറിഞ്ഞിരിക്കണം. പൊതുവായ ഈ കാര്യങ്ങൾ ബൈബിളിലെ ആഴമായ ചരിത്രമാണ്, എന്നാൽ അത് പഠിപ്പിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പൊതുവിൽ ആ പഠനം കാണാനില്ല. അതുകൊണ്ട് ഇത് കൃത്യമായി ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. 4ാമത്തെ യുഗം അഥവാ നമ്മുടെ യുഗം തീർന്നാൽ, നമ്മുടെ യുഗത്തിന്റെ പേര് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് സുപ്രസാദ കാലം, 2 കൊരിന്ത്യർ 6:2. ആ യുഗം തീർന്നു കഴിഞ്ഞാൽ പിന്നെ യേശുവിന്റെ അയേറയിലെ വരവ് മുതൽ ആണ് അത് തീർന്നത്. കഴിഞ്ഞാൽ പിന്നെ പരീക്ഷാകാലമാണ്. സുപ്രസാദ കാലം കഴിഞ്ഞ് എടുത്തു പറയുന്നത് ഇന്നത്തെ പഠനം ഈ കാര്യം കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ പരീക്ഷാകാലത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നാണ് ഇവിടെ വായിച്ചത്. ചരിത്രത്തിലെ അവസാന അർദ്ധരാത്രി വരുന്നുണ്ട്. അപ്പൊ ചരിത്രത്തിലെ അർദ്ധരാത്രിയെ കുറിച്ചുള്ള ബൈബിൾ പ്രഖ്യാപനം എന്താണ്? ആ അർദ്ധരാത്രിയിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന, ആവർത്തിക്കാത്ത, റിപ്പീറ്റ് ചെയ്യാത്ത ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ പഠനം തുടങ്ങുന്നത്. വളരെ ചിന്തിച്ച് പഠിക്കാൻ പറയുന്നു. മാത്രമല്ല അതോടുകൂടെ നിത്യതയിലേക്ക് പോകുന്നവരുണ്ട്. ഇതും കൃത്യമായി നമുക്കൊന്ന് അറിയണം. അതിലേക്ക് നമുക്ക് ഒന്നിച്ച് കടക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. പാസ്റ്റർ റെജി തോമസ് അവർകൾക്കും ഷാർജ ഫിലദൽഫിയ ചർച്ചിനും ഒപ്പം തന്നെ യൂട്യൂബ് വഴി, ഫേസ്ബുക്ക് വഴി, മാധ്യമങ്ങൾ വഴി
ഈ മെസ്സേജുകൾ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഒന്നുകൂടെ അറിയിച്ച് ഞാൻ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് ഓരോ ഭാഗങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. ഒന്ന്, ലോക ചരിത്രത്തിലെ നിർണായകമായ അവസാന അർദ്ധരാത്രി. First, the decisive last midnight in world history. Matthew 25, Revelation chapter 11, 12, 13. രണ്ട്, രണ്ടു തരം ഭരണകാല അധികാര കൈമാറ്റം. Second, the transfer of power between two regimes. മൂന്ന്, വരാനിരിക്കുന്ന അവരുടെ നിത്യത. ഇവിടെ റെയിനിങ്സ് ആണ്, അഥവാ കൃത്യമായി പറഞ്ഞാൽ വാഴ്ചയാണ്. ഒന്ന് ശ്രദ്ധിച്ചോളൂ. മൂന്നാമത്തേത് വായിക്കാം. Third, their eternity to come. വരുവാനിരിക്കുന്ന നിത്യതയിൽ നാലാം യുഗത്തിൽ നിന്ന് ആരൊക്കെ പോകുന്നുണ്ട്? നമ്മൾ മനസ്സിലാക്കണം, സെറ്റ് എറ്റേണിറ്റി എന്ന് പറയുന്നത് സജ്ജമാക്കിയ നിത്യതയാണ്. നിത്യമായ നിത്യതയല്ല, അത് ദൈവത്തിന്റെ നിത്യതയെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ പഠിച്ചതാണ്. സജ്ജമാക്കിയ നിത്യതയിൽ ആരൊക്കെ പോകുന്നുണ്ട്, എങ്ങനെയാണ് പോകുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. അത് സംബന്ധിച്ച് ബൈബിൾ തരുന്ന അറിവിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, നാലാം യുഗം, പരീക്ഷാകാലം, ആ കാലത്തിലെ മഹാബീഭത്സമായ കഷ്ടം, മഹാകഷ്ടം, ആ കഷ്ടത്തിൽ നിന്ന് നേരെ സജ്ജമാക്കിയ നിത്യതയിലേക്ക് പോകുന്നവരാര് എന്നാണ് നമ്മുടെ പഠനം. അത് ഇന്ന് മനസ്സിലാക്കുക. അതൊരു അർദ്ധരാത്രിയാണ്. അതുകൊണ്ട് ബൈബിളിലെ അർദ്ധരാത്രിയെ കുറിച്ചുള്ള ഈ പഠനം നമുക്ക് അനിവാര്യമാണ്. ദയവായി മക്കൾ വായിച്ചാട്ടെ. പുറപ്പാട് 11:4, അർദ്ധരാത്രിയിൽ യഹോവയുടെ വരവ്. First, Exodus 11 verses 4, the coming of the Lord at midnight. ഈജിപ്തിൽ വെച്ച് മോശയോട് ദൈവം പറയുകയാണ്, ഞാൻ അർദ്ധരാത്രിയിൽ ഈ വഴി പോകും. ചരിത്രത്തിന്റെ തുടക്കത്തിലെ അർദ്ധരാത്രിയല്ല, ബൈബിളിൽ എഴുതിയതിന്റെ തുടക്കത്തിലെ അർദ്ധരാത്രിയാണിത്. അർദ്ധരാത്രിയിൽ ഞാൻ പോകും. ആ പോകുന്ന എന്തിനു വേണ്ടിയാ? 7-ാം വാക്യം ഒന്ന് വായിക്കാൻ പറ്റുമോ മക്കളെ? 11:7 ഒന്ന് വായിക്കാൻ പറ്റുമോ? ജസ്റ്റ് ഒന്ന് എടുത്ത് വായിച്ചാൽ വേഗം നമുക്ക് മനസ്സിലാകും. 11:7. പുറപ്പാട് 11:7, എന്നാൽ യഹോവ മിസ്രയീമ്യർക്കും ഇസ്രായേലിയർക്കും മധ്യേ വ്യത്യാസം വെക്കുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതിന്. ഈ പദം ഒന്നുകൂടെ വായിക്കണം ജിനമോള്. എന്നാൽ യഹോവ മിസ്രയീമ്യർക്കും ഇസ്രായേലിയർക്കും മധ്യേ വ്യത്യാസം വെക്കുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഇസ്രായേൽ മക്കളിൽ യാതൊരു മനുഷ്യന്റെയോ മൃഗത്തിന്റെയോ നേരെ ഒരു നായ് പോലും നാവ് അനക്കുകയില്ല. ഇവിടെ ഇസ്രായേലിനും പബ്ലിക്കിനും വ്യത്യാസം വെക്കുന്ന ഒരു അർദ്ധരാത്രി. ഇസ്രായേലിനും പബ്ലിക്കിനും വ്യത്യാസം വെക്കുന്ന ഒരു അർദ്ധരാത്രി. ഈ വാക്ക് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഇസ്രായേൽ എന്ന് പറയുന്നത് ബൈബിൾ ഭാഷയിൽ രണ്ടാമത്തെ ടെക്മയാണ്, രണ്ടാമത്തെ സമൂഹമാണ്. നമുക്കറിയാം, ഇന്റർനാഷണൽ സൊസൈറ്റീസ് ആർ 3 റെക്കോർഡിംഗ് ഇൻ ദ ബൈബിൾ. വേദപുസ്തകത്തിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന അനുസരിച്ച് അക്കോർഡിംഗ് ടു ദ ബൈബിൾ 3 അന്തർദേശീയ സമൂഹമാണ്. അത് ജാതികൾ, യഹൂദൻ, ദൈവസഭ. ഇതിൽ ഇസ്രായേൽ എന്ന് പറയുന്ന അഥവാ യഹൂദൻ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇവിടെ പറയുകയാണ്, ഇസ്രായേലിനും പബ്ലിക്കിനും അഥവാ ജാതികൾക്കും മധ്യ വ്യത്യാസം വെക്കുന്ന അർദ്ധരാത്രി. 2 സമൂഹങ്ങൾക്ക് മധ്യേ വ്യത്യാസം വെക്കുന്ന അർദ്ധരാത്രിയാണിത്. ഇത് മനസ്സിലാക്കിയെങ്കിലാണ് ഇനിയുള്ള പഠനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. രണ്ടാമത്തെ ഭാഗത്തേക്ക് വരാം. Second, Exodus 12 verses 19, the judgment of Jehovah. ന്യായം വിധിക്കുന്ന ദൈവമാണ് ഈ അർദ്ധരാത്രി. അവിടെ നിൽക്കുന്നില്ലേ ഞാൻ. മൂന്നാമത്തേത്. Third, Luke 11 verses 5, 11 verses 4, the visitation of a friend. ഒരു സ്നേഹിതന്റെ സന്ദർശനമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അത് നമ്മുടെ പ്രധാന വിഷയമല്ല. അടുത്തത്. Fourth, Acts 16 verses 25, apostles worship in prison. അപ്പോസ്തലന്മാരെ അർദ്ധരാത്രിയിൽ കാരാഗ്രഹത്തിൽ വെച്ച് ആരാധിച്ചതാണ് ഇവിടുത്തെ നാലാമത്തേത്. എന്നാൽ ഒടുക്കം നമ്മൾ എഴുതിക്കുന്നു വായിക്കണം. ഇത് കൃത്യമായി നിങ്ങൾ ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. മത്തായി 25:6, അർദ്ധരാത്രിയിൽ മണവാളന്റെ വരവ്, ആർപ്പുവിളി. Fifth, Matthew 25 verses 6, the coming of the bridegroom at midnight, the shout. 1-ഉം 5-ഉം അർദ്ധരാത്രിയെ കുറിച്ച്
ഒരു ചെറിയ അറിവ് ഞാൻ ആദ്യം പറയുന്നു, എങ്കിലാണ് മുമ്പോട്ട് പോകുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാകുള്ളൂ. ഒന്നാമത്തേത്, ഈജിപ്തിന്റെ 20ാമത്തെ രാജവംശത്തിൽ ഫറവോൻ മെർനപ്ത ഭരിക്കുന്ന കാലത്ത് കൃത്യമായി യഹോവ പറയുകയാണ്, ഞാൻ യഹൂദനും ജാതികൾക്കും വ്യത്യാസം വെക്കുന്നതിന് അർദ്ധരാത്രിയിൽ കടന്നു പോകുന്നതാണ്. യഹൂദനും ജാതികൾക്കും വ്യത്യാസം വെക്കുന്നതിന് അർദ്ധരാത്രിയിൽ കടന്നു പോകുന്നതാണ്. എന്നാൽ മത്തായി 25 കൃത്യമായി പറയുന്നു, അവിടെ അർദ്ധരാത്രിയിൽ മണവാളന്റെ വരവ്. നമുക്കൊന്ന് വായിക്കാം ആ വാക്യം, 25ന്റെ 6-ാം വാക്യം വായിച്ചാട്ടെ. മത്തായി 25:6 അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീൻ എന്ന് ആർപ്പുവിളി ഉണ്ടായി. അതിന്റെ 10-ാം വാക്യം കൂടെ 25:10 അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു, ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു, വാതിൽ അടയ്ക്കുകയും ചെയ്തു. ഇവിടെ അർദ്ധരാത്രിക്ക് മണവാളൻ വരുന്നു എന്ന ആർപ്പുവിളിയാണ്, വന്നിട്ടില്ല, വരുന്നു എന്ന ആർപ്പവിളിയാണ്. ആ അർദ്ധരാത്രി ഏതാണ്? 5ാമത്തെ നോട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. 1ാമത്തെ നോട്ടും 5ാമത്തെ നോട്ടും കൃത്യമായി പറയുകയാണ്, ഈ അർദ്ധരാത്രി മണവാളന്റെ ആർപ്പുവിളി കേൾക്കുന്ന അർദ്ധരാത്രിയാണ്. മണവാളന്റെ വരവിനെ കുറിച്ചുള്ള ആർപ്പുവിളി, മണവാളൻ വരുന്നു, ആ ആർപ്പുവിളിയാണ് കേൾക്കുന്നത്. ആ ആർപ്പുവിളി കേൾക്കുന്ന ടൈം ഏതാ? നമുക്ക് കൃത്യമായിട്ട് അറിയാം. മണവാളന്റെ വരവ് എപ്പോഴാണ്? കൃത്യമാണ്. 1 അയേറയിലെ വരവ്, 2 ഒലിവലയിലെ വരവ്. മനസ്സിലായോ? ഇത് നിയുക്ത മണവാളനല്ല, വിവാഹം കഴിച്ച മണവാളന്റെ വരവാണ്. നിയുക്ത മണവാളന്റെ വരവാണ് ശരിക്ക് അയേറയിൽ നടക്കുന്നത്. അന്ന് യേശു വിവാഹം കഴിച്ചിട്ടില്ല. യേശു വിവാഹം കഴിക്കുന്നത് അയേറയിൽ വന്ന് ദൈവജനത്തെ കയറ്റി കൊണ്ടുപോയി സ്വർഗത്തിൽ ചെന്ന്, സ്വർഗത്തിൽ വെച്ചാണ് വിവാഹം. വെളിപ്പാട് 19, ഈ അറിവ് ആദ്യം ഉണ്ടാകണം. വെളിപ്പാട് 19-ലാണ് സ്വർഗത്തിൽ വെച്ചാണ് കുഞ്ഞാടിന്റെ കല്യാണവും അതുപോലെ ഡെയ്പ്പനോൺ എന്ന കല്യാണ സദ്യ. അത് രാത്രിയിലെ ഈവനിങ്ങിലെ സദ്യയാണ്. എന്നാൽ ഇവിടെ പറയുന്നത് അതല്ല, അർദ്ധരാത്രിയിൽ ആർപ്പുവിളിയാണ് നടന്നത്. ആ ആർപ്പുവിളി നടന്നത് മണവാളൻ വരുന്നു എന്ന ആർപ്പുവിളിയാണ്. മണവാളൻ വന്നു കഴിച്ചിട്ടുള്ള സദ്യയാണിത്. 10-ാം വാക്യം മുതൽ വായിക്കുന്നത് വന്ന ശേഷമുള്ള സദ്യയാണ്. ആ സദ്യ മത്തായി 22-ൽ കാണാം. 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലാണ്. മത്തായി 22-ന്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലാണ് ആ കല്യാണ സദ്യ. ഇത് അറിയാൻ വേണ്ടി ഒരു വാക്കോട് തീർത്ത് പറയുന്നു. മണവാളിന്റെ കല്യാണ സദ്യയെ സംബന്ധിച്ച് 2 ഭാഗം എല്ലാവരും അറിഞ്ഞിരിക്കണം. ഒന്ന്, വെളിപ്പാട് 19-ൽ പറഞ്ഞിരിക്കുന്നത് കുഞ്ഞാടിന്റെ കല്യാണ സദ്യ, കുഞ്ഞാടിന്റെ കല്യാണ സദ്യ. എന്നാൽ മത്തായി 22-ൽ പറഞ്ഞിരിക്കുന്നത് രാജപുത്രന്റെ കല്യാണ സദ്യ. ഇത് രണ്ട് ടൈറ്റിലാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. വെളിപ്പാട് 19-ൽ കുഞ്ഞാടിന്റെ കല്യാണ സദ്യ, മത്തായി 22-ൽ രാജപുത്രന്റെ കല്യാണ സദ്യയാണ്. കുഞ്ഞാടിന്റെ കല്യാണ സദ്യ നടക്കുന്നത് സ്വർഗത്തിലാണ്. അത് ഡെയ്പ്പനോണാണ്, ഈവനിങ് ആണ്. എന്നാൽ മത്തായി 22-ന്റെ 4 വായിച്ചാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഡെയ്പ്പനോൺ അല്ല, അരിസ്റ്റോണാണ്. അരിസ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഏർലി ഫുഡാണ്, ഏർലി ഫുഡാണ്. ആ കാര്യം കൂടെ ഓർപ്പിച്ച് ഞാൻ ആ ഭാഗം വിടുന്നു. അങ്ങനെയെങ്കിൽ 2 കല്യാണ സദ്യയാണ്. ഒന്ന്, കല്യാണം കഴിഞ്ഞ സ്ഥലത്ത് വെച്ചുള്ള കല്യാണ സദ്യ. 2, മണവാട്ടിയുടെ നാട്ടിൽ വന്നിട്ടുള്ള കല്യാണ സദ്യ. ഈ കല്യാണ സദ്യ നടക്കുന്നതിന് മുമ്പുള്ള അർദ്ധരാത്രിയാണിത്, അഥവാ പരീക്ഷാകാലത്തിന്റെ മധ്യമാണ് എന്ന കാര്യം തെളിവായി. പരീക്ഷാകാലത്തിന്റെ മധ്യമാണ് ഈ അർദ്ധരാത്രി എന്നത് സ്ഫടികസ്ഫുടമാണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി മുമ്പോട്ട് പോകാം നമുക്ക്. 2 important events is revealed. 2 പ്രധാന സംഭവങ്ങൾ വെളിപ്പെടുന്നു. A. God's uniplural is revealed. Holy ദൈവത്തിന്റെ ഏകത്വം വെളിപ്പെടുന്നു. Holy Father, Jesus Christ, Holy Spirit. After Ayera. അയേറയിലെ കർത്താവിന്റെ വരവിന് ശേഷം ഈ പറയുന്ന കാര്യം കൃത്യമായി ഗ്രഹിച്ചാൽ ഈ പാഠഭാഗം വളരെ ലളിതമായി മനസ്സിലാക്കാം. യേശു ക്രിസ്തു അയേറയിൽ വരുന്നു, ആകാശത്തിൽ വരുന്നു. വന്ന ശേഷം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സ്വർഗത്തിൽ ഒന്നിക്കുന്നു. അയേറയിലേക്ക് ദൈവജനം ഉയർത്തെഴുന്നേൽക്കപ്പെടും. ഉയർത്തെഴുന്നേറ്റ് അവിടെ ചെല്ലും, ആകാശത്തിൽ ചെല്ലും.
അവിടുന്ന് പിതാവിന്റെ അടുക്കൽ പോകുന്നു എന്നാ തെസ്സലോനിക്ക ലേഖനത്തിൽ വായിച്ച. പിതാവിന്റെ മുമ്പിൽ ചെന്ന് വെളിപ്പെടും. ആ കാര്യം കൃത്യമായി എഴുതിയിട്ടുണ്ട്. പിതാവിന്റെ മുമ്പിൽ ചെന്ന് വെളിപ്പെടും. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സ്വർഗത്തിൽ ഒന്നിക്കുകയാണ്. ഇവിടെ യൂണിപ്ലൂറൽ പ്രസന്റേഷനാണ്. ഒന്നുകൂടെ പറയുന്നു, സംയുക്ത ഐക്യ വേദിയാണത്. ഏതൊക്കെ സംയുക്തം? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന് സംയുക്ത ഐക്യവേദിയാണ് അവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ അടുത്ത ഭാഗം ശ്രദ്ധിച്ചോളൂ. B. Satan's Trinity is revealed. സാത്താന്യ തൃത്വം വെളിപ്പെടുന്നു. Satan, Antichrist, false prophet, after fall of Satan. സാത്താന്റെ വീഴ്ചയ്ക്ക് ശേഷം സാത്താനും എതിർക്രിസ്തുവും കള്ളപ്രവാചകനും ഭൂമിയിൽ ഒന്നിക്കുന്നു. ഈ രണ്ട് കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക. ഈ അർദ്ധരാത്രിയുടെ പ്രത്യേകത, രണ്ട് ഇടങ്ങളിൽ വലിയ ഐക്യവേദി ഉണ്ടാകുകയാണ്. എന്താണത്? സ്വർഗത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നിക്കുന്നു. അതെന്തിനാണെന്ന് ഞാൻ താഴെ പറയാം. രണ്ടാമത്, തള്ളപ്പെട്ട ശേഷം സാത്താനും എതിർക്രിസ്തുവും കള്ളപ്രവാചകനും ഭൂമിയിൽ ഒന്നിക്കുന്നു. ഈ രണ്ട് ചിത്രം നടക്കുന്നത് ലോക ചരിത്രത്തിൽ ഒരിക്കൽ മാത്രമാണ്. നിത്യത മുതൽ നിത്യത വരെയുള്ള പഠനത്തിൽ വളരെ സുപ്രധാനമായ ഒരു അർദ്ധരാത്രിയാണ് നമ്മൾ ഇവിടെ കാണുന്നത്, ചരിത്രത്തിലെ അർദ്ധരാത്രി. ഈ അർദ്ധരാത്രി കൃത്യമായ ഒരു ആർപ്പുവിളി ഒന്നുണ്ടാകുന്നുണ്ട്, വരുന്നുണ്ട്. മണവാളൻ വരുന്നുണ്ട്. എന്തിനു വേണ്ടി? ദൈവജനത്തെ കൊണ്ടുപോകാനല്ല, കല്യാണ സദ്യക്ക് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. കല്യാണ സദ്യക്ക് വേണ്ടിയാണ് അർദ്ധരാത്രി ആർപ്പുവിളി വന്നു. അതാണ് 25-1 മുതൽ 13 വരെയുള്ള ഉപമ എന്ന കാര്യം കൂടെ ഓർപ്പിച്ച് ഞാൻ മുഖവരിയിൽ നിന്ന് മുമ്പോട്ട് പോവുകയാണ്. നമുക്ക് മുമ്പോട്ട് പോകാം. രണ്ട് തരത്തിലുള്ള ആധിപത്യത്തിന്റെ കൈമാറ്റം. Second, the transfer of the two types dominion. എന്താണ് ഈ രണ്ട് തരത്തിലുള്ള ആധിപത്യം എന്ന് ഞാൻ പറയുന്നത്? വേദപുസ്തകത്തിൽ തന്നെ നമുക്കിത് കാണാം. ശ്രദ്ധിക്കുക. ലോക രാഷ്ട്രങ്ങളുടെ ആധിപത്യം. രണ്ട്, അധോലോകത്തിന്റെ ആധിപത്യം. ലോക രാഷ്ട്രങ്ങളുടെ ആധിപത്യം, അതിന്റെ കൈമാറ്റം, അധോലോകത്തിൽ വെച്ചുള്ള ഭരണത്തിന്റെ കൈമാറ്റം. ഇത് രണ്ടു കൂട്ടർക്ക് എന്താ കൈമാറുന്നത്? ആ കൈമാറുന്നത് അറിയണ്ടേ? യേശുക്രിസ്തുവിന് കൈമാറുന്നത് ലോക രാജ്യങ്ങളുടെ ആധിപത്യമാണ്. നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. ലോക രാജ്യങ്ങളുടെ ആധിപത്യമാണ് യേശുക്രിസ്തുവിന് കൈമാറുന്നത്. എവിടെ വെച്ച്? സ്വർഗത്തിൽ വെച്ച്. ആ വാചകം നമുക്ക് വായിച്ചു കഴിഞ്ഞ് ഇംഗ്ലീഷിൽ കഴിഞ്ഞിട്ട് നമുക്ക് വാക്യം കൂടെ വായിക്കണം. വായിച്ചാട്ടെ. First, Revelation 11 verses 15 to 18. Jesus Christ assumes dominion over the kingdoms of the world in heaven. ലോകരാജ്യങ്ങളുടെ ആധിപത്യം സ്വർഗത്തിൽ വെച്ച് ക്രിസ്തു ഏറ്റെടുക്കുന്നു. ആ വാക്യം നമുക്കൊന്ന് വായിക്കണം. 15-ാം വാക്യം. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും നമുക്കൊന്ന് വായിക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക. വെളിപ്പാട് 11:15 മുതൽ 18 വരെ. ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴുമെന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷം ഉണ്ടായി. ഇംഗ്ലീഷ്. ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാരും കവിണു വീണു ദൈവത്തെ നമസ്കരിച്ചു പറഞ്ഞത്, സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ, നീ മഹാശക്തി ധരിച്ച് വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. മതി. ഇനി ഇംഗ്ലീഷും കൂടെ വായിക്കണം. 15-ാം വാക്യം എല്ലാവരും ശ്രദ്ധിക്കണം ഇംഗ്ലീഷിൽ. Revelation 11 verses 15. And the seventh angel sounded, and there were great voices in heaven, saying, the kingdoms of this world are become the kingdoms of our Lord. ആ വാക്യം and of his. മോൾ ഒന്നുകൂടെ അവസാന ഭാഗം ഒന്നുകൂടെ വായിച്ചേ. എല്ലാവരും ശ്രദ്ധിച്ചാണ്. The kingdoms of this world are become the kingdoms of our Lord. ഒരു ആമേൻ പറയാൻ എത്ര പേർക്ക് സന്തോഷമുണ്ട്? ലോക രാജ്യങ്ങളുടെ ആധിപത്യം മുഴുവനും പിതാവ് പുത്രനെ കൈമാറുകയാണ്. പിതാവ് പുത്രനെ കൈമാറുകയാണ്. ഇവിടെയാണ് യേശു കർത്താവിന് എന്തെല്ലാം കൈമാറിയിട്ടുണ്ട് എന്നൊരു വലിയ അറിവ് നമുക്കുണ്ടാകണം. യോഹന്നാൻ 3-ാം അധ്യായം എടുത്താൽ പിതാവ് പുത്രനെ സ്നേഹിക്കുന്നതിനാൽ കൈമാറിയതിന്റെ കൃത്യമായ അറിവ് കാണാൻ പറ്റും. നിങ്ങളത് വായിച്ചു പഠിക്കണം. 35-ാം വാക്യം, യോഹന്നാൻ 3:35. 5-ാം അധ്യായം 22-ാം വാക്യം വായിച്ചാൽ
ലോകത്തെ മുഴുവൻ ന്യായം വിധിക്കാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. മത്തായി 28:18 വായിച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കണേ, ലോകത്തിന്റെ അധികാരം കൊടുത്തിട്ടുണ്ട്. ഒന്ന് മത്തായി യോഹന്നാൻ 3:35, 2 യോഹന്നാൻ 5:22, 3 മത്തായി 28:18. ഇത് മൂന്നും നിങ്ങൾ എഴുതി വെക്കുക. ഈ 3 അധികാരവും ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഭൂമിയിൽ ക്രിസ്തു വന്നപ്പോൾ ഈ 3 വിധ അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ലോക രാജ്യങ്ങളുടെ ആധിപത്യം ഏറ്റെടുക്കുന്നത് സ്വർഗത്തിൽ വെച്ചാണ്, പിതാവിന്റെ മുമ്പിൽ വെച്ചാണ്. അത് എപ്പോഴാണെന്ന് കൃത്യമായി മക്കൾ വായിച്ചു. 7th ഏഞ്ചൽ, 7ാമത്തെ ദൂതൻ ഊതിയപ്പോൾ. അപ്പൊ 7ാമത്തെ ദൂതൻ ഊതി എന്നൊക്കെ പറയുമ്പോൾ വെളിപ്പാട് സംബന്ധിച്ച് വെളിവില്ലാത്തവർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു ചെറിയ വെളിപ്പാട് ഞാൻ പറയാം. 4ാം അധ്യായം മുതൽ, വെളിപ്പാട് 4ാം അധ്യായം മുതൽ ശ്രദ്ധിച്ചു പഠിക്കുക. 6, 7, 8, 9, 10, 11 ഇത്രയും മാത്രം എടുത്തു പറയുകയാണ് ഞാൻ. അത് പഠിക്കുമ്പോൾ 7 മുദ്രകൾ പൊട്ടിക്കുന്നു. 7 മുദ്രകൾ. 7ാമത്തെ മുദ്ര പൊട്ടിക്കുന്ന സമയത്താണ് 7 കാഹളങ്ങളുമായി 7 ദൂതന്മാർ വരുന്നത്. 7ാമത്തെ മുദ്ര പൊട്ടിക്കുന്ന സമയത്താണ് 7 കാഹളവുമായി 7 ദൂതന്മാർ വരുന്നത്. അതിൽ 7ാമത്തെ ദൂതൻ ഊതുന്ന സമയത്താണ് സ്വർഗത്തിൽ കൃത്യമായി പറയാം ലോക രാജ്യങ്ങളുടെ ആധിപത്യം പിതാവ് പുത്രന് കൈമാറുന്നത്. ഇത് ഞാൻ എടുത്തു പറയുന്നതിന് കാരണം ശ്രദ്ധിക്കുക. അന്ന് വരെ ലോക രാജ്യങ്ങളുടെ ആധിപത്യം യേശു ക്രിസ്തു ഏറ്റെടുത്തിട്ടില്ല. ആമേൻ. ഇവിടെ നിങ്ങൾ എഴുതി വെക്കണം. യോഹന്നാൻ 3:35, 5:22, മത്തായി 28:18. ഇത്രയും കാര്യമെങ്കിലും നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണം. എന്നാൽ ഏൽപ്പിക്കാത്തൊരു കാര്യമുണ്ട്, ലോക രാജ്യങ്ങളുടെ ആധിപത്യം. ആമേൻ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 20 മുതൽ 23 വരെ വായിക്കുമ്പോൾ എല്ലാത്തിൻ്റെയും മീതെയുള്ള നാമം ക്രിസ്തുവായിട്ട് ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എഴുതി വെച്ചോളൂ. എല്ലാ നാമങ്ങൾക്കും മീതെയുള്ള നാമമായി ഉയർത്തെഴുന്നേറ്റ് ചെന്ന ക്രിസ്തുവിന്റെ നാമം ഉയർത്തിയിട്ടുണ്ട്. എഫേസ്യർ 1:20 മുതൽ 23 വരെ. എന്നാൽ ഇത് 4ലും പെടാത്ത കാര്യമാണ് ലോക രാജ്യങ്ങളുടെ ആധിപത്യം നമ്മുടെ കർത്താവിന് പിതാവ് നൽകുന്നത്. അത് നൽകുന്ന സമയത്ത് നമ്മൾ അവിടെ ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് വിശ്വാസത്താൽ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച, വിശുദ്ധിക്ക് ഹൃദയം അനുവദിച്ച, പ്രവൃത്തിയിൽ അതിനുവേണ്ടി കൊതിച്ച ഇത്രയും പേര് ശ്രദ്ധിച്ചോളൂ, അവിടെ കാണും. നിശ്ചയമായിട്ട് അവിടെ കാണും. ആ കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, നമ്മൾ അവിടെ കാണുമെങ്കിൽ ആ വലിയ കൈമാറ്റ ചടങ്ങിൽ നമ്മൾ ആനന്ദിക്കാൻ പോകുകയാണ്. പ്രൈസ് ഗോഡ്. നമ്മുടെ മണവാളന് ലോക രാജ്യങ്ങളുടെ ആധിപത്യം കിട്ടുന്നതിൽ സന്തോഷമുള്ളവരെല്ലാം ഒന്ന് സ്തോത്രം ചെയ്ത് ആരാധിച്ചാട്ടെ. അത് ആ അർദ്ധരാത്രിയിലാണ് ലഭിക്കുന്നത്. 7ാമത്തെ ദൂതൻ കാഹളം ഊതുമ്പോൾ, തെളിച്ചു പറഞ്ഞാൽ പരീക്ഷാ കാലത്തിന്റെ ആദ്യത്തെ 1260 ദിവസങ്ങൾ തീരുന്ന സമയത്താണ് ലോകരാജ്യങ്ങളുടെ ആധിപത്യം നമ്മുടെ കർത്താവ് പ്രാപിക്കുന്നത്. ഇത് ഈ പരീക്ഷാ കാലത്തിലെ അർദ്ധരാത്രിയിലാണ് എന്നറിഞ്ഞിരിക്കണം. ഇവിടെ കൃത്യമായി ഒരു വാക്കുകൂടെ വായിക്കാനുണ്ട്. മോളൊന്ന് വായിച്ച്. Revelation 11 verses 15 to 19 verses 6. A major scene spanning than 3 years above. ഈ ഭാഗം നന്നായി ശ്രദ്ധിക്കുക. 7ാമത്തെ കാഹളം ഊതുന്നത് മുതൽ വെളിപ്പാട് 19:6 രാജ്യത്വം ഏറ്റെടുത്തതിന്റെ ഘോഷം വരെ, അത് ഘോഷിക്കുന്നത് വരെ ഏകദേശം 3.5 കൊല്ലമാണ്. അത് ഈ 3 കൊല്ലത്തിലധികമാണ്. അതുകൊണ്ട് 19:6 കൂടെ ജീന വായിക്കണം. വായിച്ചാട്ടെ 19:6 കൂടെ. വെളിപ്പാട് പുസ്തകം 19:6. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. ഒരു ഹല്ലേലൂയ പറയാൻ സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഇനി വായിച്ചാട്ടെ മോളെ ഇംഗ്ലീഷിൽ. Revelation 19 verses 6. And I heard, as it were the voice of a great multitude, and as the voice of many waters, and as the voice of mighty thunderings, saying, Alleluia, for the Lord God omnipotent
reigneth. യേശു ക്രിസ്തു ഓംനിപ്പൊട്ടന്റ് ആണെന്ന് കൃത്യമായി ബൈബിളിൽ എഴുതി വെച്ചിരിക്കുക. യേശു ക്രിസ്തു ദൈവമാണോ എന്ന് എവിടെയാ ഉള്ളതെന്ന് ചോദിക്കുന്നത്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ഓംനിപ്പൊട്ടന്റ്. യേശു ക്രിസ്തു സർവശക്തനാണ്. ആ സർവശക്തനായ ക്രിസ്തു ലോകരാജ്യങ്ങളുടെ രാജ്യത്വം ഏറ്റെടുക്കുന്നത് വെളിപ്പാട് 11:15 ഏഴാമത്തെ കാഹളം ഊതുമ്പോഴാണ്. ആ ചടങ്ങ് തീരുന്നത്, ആ പ്രോഗ്രാം അവസാനിക്കുന്നത് വെളിപ്പാട് 19:6 നമുക്ക് ആ 3.5 കൊല്ലം എന്ന് പറഞ്ഞാൽ ഒന്നും തോന്നിക്കില്ല. ഒന്നാം യുഗത്തിലുള്ള ഭക്തന്മാർ, രണ്ടാം യുഗത്തിലുള്ള ഭക്തകേസരികൾ, മൂന്നാം യുഗത്തിലെ യഹൂദനിൽ നിന്നും ജാതിയിൽ നിന്നും വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവസഭ, ഇവര് 3 ഗ്രൂപ്പ് ദൈവമക്കൾ അവിടെയുണ്ട്. കോടിക്കണക്കിന് ദൈവമക്കൾ അവിടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ പിന്നീട് ആ കണക്ക് തരാം. സിംഹാസനത്തിന് ചുറ്റും തന്നെ 100 മില്യൺ ദൂതന്മാർ അവിടെയുണ്ട്. സ്വോത്രം. 100 ബില്യൺ, BILLION, 100 ബില്യൺ ദൂതന്മാർ അവിടെയുണ്ട്. എന്റെ ഓർമ്മയില്ല കണക്ക്. അത്രയും ദൂതന്മാരുള്ള, നിങ്ങൾ മനസ്സിലാക്കണം, അത്രയും ദൂതഗണങ്ങളുള്ള അവിടെ ഭക്തന്മാരുണ്ട്. അബ്രഹാമുണ്ട്, ഇസാക്കുണ്ട്, യാക്കോബുണ്ട്, എന്തിനേറെ നമ്മുടെ യെശയ്യാവുണ്ട്, കൂടാതെ ഹോശയുണ്ട്. എത്രയോ ഭക്തന്മാർ, എത്രയോ വേദനിക്കുന്നവർ, എത്രയോ കരഞ്ഞവർ, എത്രയോ കർത്താവിന് വേണ്ടി നിന്നവർ, ഇവരെല്ലാവരും നിൽക്കുമ്പോഴാണ് പ്രൈസ് ഗോഡ് യേശു ക്രിസ്തുവിന്റെ പിതാവ് ലോകരാജ്യങ്ങളുടെ ആധിപത്യം കൈമാറുന്നത്. അന്ന് ഉള്ള ഘോഷമാണ് 19:1 മുതൽ 6 വരെ കാണുന്നത്. ആ ഘോഷം നടത്തുന്ന സമയത്ത് നമ്മൾ അവിടെ കാണുമോ? രക്ഷിക്കപ്പെടാത്തവരാരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് കൃത്യമായി പറയുന്നു, അവിടെ വെച്ച് ആ ഘോഷം നടക്കുന്ന വലിയ സദസ്സിൽ നമ്മൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചേ മതിയാകും. കാൽവറിയിലെ മരണം സമ്മതിച്ചേ മതിയാകും. അത് എനിക്ക് വേണ്ടിയാണ് മരിച്ചത്, എനിക്ക് വേണ്ടിയാണ് ജീവൻ തന്നതെന്ന് ഹൃദയം കൊണ്ട് സ്വീകരിക്കാൻ എല്ലാവർക്കും കഴിയേണ്ടതാണ്. ഞാൻ അവിടെ നിന്ന് മുമ്പോട്ട് പോകുന്നു. ഇനി രണ്ടാമത്തെ അർദ്ധരാത്രിയിലെ ഒന്നാമത്തെ വിഷയം ഇതാണ്. രണ്ടാമത്തെ ഭാഗത്തേക്ക് കടക്കണ്ടേ? പ്രൈസ് ഗോഡ്. Second, Revelation 13 verses 1 to 5. Antichrist assumes the dominion over the kingdoms of the world in earth from Satan. ആന്റൈക്രൈസ്റ്റ് എന്താണ് ചെയ്യുന്നത്? ആന്റൈക്രൈസ്റ്റിനെ സാത്താൻ എന്ത് ചെയ്തു കൊടുക്കും? വായിക്കാം നമുക്ക്. 13:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഇതും കൂടെ വായിച്ചിട്ട്, ഇംഗ്ലീഷിൽ ഇത് വായിച്ചിട്ട് മലയാളത്തിലെ വാക്യങ്ങൾ മുഴുവൻ വായിച്ചു കേൾക്കണം. വായിക്കാം എല്ലാവരും. After the devil is cast out of heaven, power is transferred to the beast. ഈ ഭാഗം ശ്രദ്ധിച്ചു വായിക്കുക. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 5 വരെ. അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ദൂഷണനാമങ്ങളും ഉള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും, അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിന്റെ വായ് പോലെയുമായിരുന്നു. അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. അതിന്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിന്റെ മരണകരമായ മുറിവ് പുറത്തുപോയി. സർവഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. മൃഗത്തിന് അധികാരം കൊടുത്തത് കൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. മൃഗത്തോട് തുല്യൻ ആർ, അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞ് മൃഗത്തെ നമസ്കരിച്ചു. വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. 42 മാസം പ്രവർത്തിപ്പാൻ അധികാരവും ലഭിച്ചു. ഈ വാക്യം വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. സമുദ്രത്തിൽ നിന്ന് ഒരു മൃഗം കയറി വരികയാണ്. സമുദ്രത്തിൽ നിന്ന് ഒരു മൃഗം കയറി വരുന്നു. ആ മൃഗത്തിന്റെ ലക്ഷണമൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. ദാനിയേൽ പ്രവചനത്തിൽ 7-ാം അധ്യായത്തിലും സമുദ്രത്തിൽ നിന്ന് ഒരു മൃഗം കയറി വരുന്നുണ്ട്. ഈ പാസ് ചിത്രം കാണാൻ പറ്റുന്നുണ്ടോ? ആ മൃഗത്തെ കുറിച്ച് ഒരു വർണ്ണന പറയേണ്ടതാണ്. നമുക്ക് ആന്റൈക്രൈസ്റ്റിനെ കുറിച്ചുള്ള വലിയൊരു സ്റ്റഡി വരുന്നുണ്ട്. അപ്പോൾ ഇതിന് വിശദാംശങ്ങൾ എല്ലാം തരാം. ഒന്ന് വായിച്ചാട്ടെ മോളെ ആ വാക്യം, എല്ലാവരും ശ്രദ്ധിച്ചു വായിച്ചാട്ടെ. അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം
സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ മതി. 5-ാം വാക്യം കൂടെ വായിക്കാം നമുക്ക്. വായിച്ചാട്ടെ. വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. 42 മാസം പ്രവർത്തിപ്പാൻ അധികാരവും ലഭിച്ചു. ഈ ഭാഗം ഒന്ന് മലയാളത്തിൽ നിന്ന് വായിക്കാമോ? ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്, സ്വർഗത്തിൽ നിന്ന് പിശാച് വെട്ടേറ്റ് വീണ ശേഷം അധികാരം മൃഗത്തിന് കൈമാറുന്നു. ഇവിടെയാണ് നമ്മുടെ പഠനത്തിന്റെ ഏറ്റവും വലിയ ഭാഗം. പിശാച് സ്വർഗത്തിൽ നിന്ന് വെട്ടേറ്റ് വീഴുന്നത് 12-ാം അധ്യായത്തിലാണ്. 12-7 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് പ്രധാന ഭാഗം. വെട്ടേറ്റ് വീണാൽ അവൻ എന്ത് ചെയ്യും എന്ന കാര്യം അറിയണം. നമുക്കെടുക്കാം 12-ാം അധ്യായം 17-ാം വാക്യം എടുത്താട്ടെ. 12-ാം അധ്യായം 17-ാം വാക്യം ജസ്റ്റ് ഒന്ന് വായിക്കാം നമുക്ക്. 12:17 മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവൻ സ്ത്രീ കടൽപ്പുറത്തെ മണലിൽ സ്ത്രീ ആരാണെന്ന് കൃത്യമായി ഞാൻ പറയുന്നു. ഇസ്രായേൽ എന്ന സഭയാണ് സ്ത്രീ. ആ സ്ത്രീയെ കുറിച്ചുള്ള വിശദീകരണം പിന്നീട് പറയാം. ബഹുമാന്യനായ ഫാദർ ആന്റണി അവർ എഴുതിയ മരിയോളജി എന്നൊരു പുസ്തകം ഞാൻ വായിച്ചു. തൃശ്ശൂരിലെ കുരിയച്ചിറ കാത്തലിക് പള്ളിയിലുള്ള ലൈബ്രറിയിൽ നിന്നാണ് എനിക്കത് കിട്ടിയത്. എനിക്കത് കൊണ്ടുവന്നത് അവിടുത്തെ ലൈബ്രറിയുമായി ബന്ധമുള്ള എൻ്റെ ഒരു സ്റ്റുഡന്റ് സ്നേഹിതൻ ആണ്. അദ്ദേഹം എനിക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, പാസ് ഇത് വായിച്ചു നോക്ക്, മനസ്സ് മാറാൻ വേണ്ടി എനിക്ക് കൊണ്ടുവന്നത്. വായിച്ചു കഴിഞ്ഞപ്പോൾ കുറെ കൂടെ സന്തോഷമായി എനിക്ക്. അതിന് കാരണം അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു പോയിന്റ് നിങ്ങൾ കേൾക്കുന്ന നല്ലതാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, മറിയെ കുറിച്ചും. സ്ത്രീ എന്നവിടെ പറയുന്നത് മറിയയാണത്രേ. വെളിപ്പാട് 12-ൽ പറയുന്ന സ്ത്രീ മറിയയാണ്. എന്നിട്ട് അതിന്റെ താഴെ ബഹുമാന്യ മറിയമാതാവ് അമലോത്ഭവയാകിയാൽ, അഥവാ ഉത്ഭവത്തിൽ തന്നെ പാപമില്ലാത്തവളാകിയാൽ അവൾക്ക് പ്രസവ വേദന ഉണ്ടായിട്ടില്ല എന്ന് എഴുതിയിരിക്കുന്നത്. പ്രസവ വേദന ഉണ്ടായിട്ടില്ല. ഞാൻ എന്ത് ചെയ്തു ചോദിച്ചാൽ, അന്നത്തെ അച്ഛനോട് എനിക്ക് അടുത്ത ബന്ധമുള്ളത് കൊണ്ട് ഞാൻ ഈ പുസ്തകവുമായി നേരെ പള്ളിയിൽ ചെന്ന അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന സത്യം കണ്ടപ്പോൾ സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. അതെന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് എങ്ങനെയാണ്, വെളിപ്പാട് 12-ലെ സ്ത്രീ ബഹുമാന്യ മറിയാണ്. മറിയ എന്ന് പറയുന്ന അമലോത്ഭവയാണ്. ഉത്ഭവത്തിൽ തന്നെ പാപമില്ല, അതുകൊണ്ട് അവൾക്ക് പ്രസവ വേദന ഉണ്ടായിട്ടില്ലെന്ന്. പക്ഷെ വെളിപ്പാട് 12 വായിച്ചാൽ കൃത്യമായി ആ സ്ത്രീക്ക് പ്രസവ വേദന ഉണ്ടായി എന്നാണ്. അതിൽ നിന്ന് തന്നെ ബഹുമാന്യ അച്ഛൻ എഴുതിയ കാര്യം ഒട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല, അത് ശരിയല്ല എന്ന കാര്യം തെളിവായി. അതാണ് ഈ അച്ഛനോട് ചെന്ന് ചോദിച്ചത്. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഞാനൊന്ന് പഠിച്ചിട്ട് മറുപടി പറയാമെന്ന് പറഞ്ഞു. ഇതുവരെ കിട്ടിയില്ല, ഇനിയെങ്കിലും മറുപടി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദൈവം ആ അച്ഛനെ അനുഗ്രഹിക്കട്ടെ. അച്ഛൻ പറഞ്ഞ വാചകം, എന്റെ കുപ്പായം ഊരാനാണോ പാസ്റ്റർ വന്നേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ആരുടെയും കുപ്പായം ഊരിക്കാനും ഇഷ്ടമില്ല, സത്യം ഗ്രഹിക്കുക എന്നതാണ് അച്ഛന്റെ കയ്യിൽ നിന്ന് കിട്ടിയ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഇവിടെ പറയുന്ന സ്ത്രീ നിശ്ചയമായിട്ടും ആരല്ല, ബഹുമാന്യ കന്യാമറിയാമെന്ന് ലോകം വിളിക്കുന്ന, ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന മറിയ എന്ന മാതാവ്, ഞാൻ വളരെ ബഹുമാനിക്കുന്നു. ലോകം അറിയപ്പെടട്ടെ ആ മാതാവിനെ കുറിച്ച്. ആ മാതാവല്ല എന്നൊരു വാക്ക് പറഞ്ഞ ആ ഭാഗം വിടുകയാണ്. 2, ഇവിടെ ഇസ്രായേൽ തന്നെയാണെന്ന് തെളിയിക്കുന്ന പല തെളിവുകൾ പറയാനുണ്ട്. ഞാൻ വിശദമായി പിന്നീട് ഒരു കാലത്ത് ഓർപ്പിക്കാം. അങ്ങനെയെങ്കിൽ ആ സ്ത്രീയെ ഉപദ്രവിക്കാൻ, അഥവാ ഇസ്രായേലിനെ ഉപദ്രവിക്കാൻ എവിടെ വന്ന് നിൽക്കുന്നു? 17-ാം വാക്യം നോക്കൂ. 17-ാം വാക്യം 7 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് വേണ്ടത്. ഉപദ്രവിച്ച് കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു രംഗം കാണാം. വായിച്ചാട്ട് 12-17. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 17-ാം വാക്യം. ആ. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ആ. ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. ഇവിടെ തന്നെ വലിയൊരു സംഗതിയായില്ലേ? ബഹുമാന്യം മറിയാണെങ്കിൽ മറിയയ്ക്ക് വീണ്ടും സന്തതികളുണ്ടെന്ന് ഉറപ്പായി. അവിടെയും വലിയൊരു കാര്യമുണ്ട്. വെളിപ്പാട് 12-ലെ ബഹുമാന്യ സ്ത്രീ മറിയാണെങ്കിൽ സന്തോഷം, പക്ഷെ മറിയയ്ക്ക് വീണ്ടും പിള്ളേരുണ്ടെന്ന് കൃത്യമായി ഈ ഭാഗം തന്നെ പറയുന്നു. അപ്പൊ അവിടെ ഒന്നുകൂടെ തെളിഞ്ഞിരിക്കുകയാണ്. 2-ാമത്തെ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നു. ആ സന്തതികളിൽ ശേഷിപ്പുള്ളവരെ ഉപദ്രവിക്കാൻ പിശാച് നോക്കിയെന്ന. എന്നിട്ട് എവിടെ നിൽക്കുന്നേ? മണലിൽ നിൽക്കുകയാണ്, കരയിൽ നിൽക്കുകയാണ്. എന്നാൽ 13-ന്റെ 1 വരുന്നത് കടലിൽ നിന്ന് കയറി വരികയാണ്. കടലിൽ നിന്ന് യെശയ്യാവ് 57:20 വായിച്ചാൽ ആ കടൽ ഏതാണെന്ന് കൃത്യമായി കാണാം.
ദുഷ്ടന്മാർ കലങ്ങി മറിയുന്ന കടലാണ്. ഞാൻ അതിലേക്ക് ഉത്തരം കിടക്കുകയല്ല, നിങ്ങളുടെ അറിവിലേക്ക് പറയുക. ദുഷ്ടന്മാർ കലങ്ങി മറിയുന്ന കടലാണ്. അപ്പൊ ആ കടലിൽ നിന്നാണ് തെറിയോൺ എന്ന് പറയുന്ന ഈ മൃഗം കയറി വരുന്നത്. കലങ്ങി മറിയുന്ന കടലിൽ നിന്നാണ് തെറിയോൺ എന്ന് പറയുന്ന ഈ മൃഗം കയറി വരുന്നത്. ഇതറിഞ്ഞിരിക്കണം. യെശയ്യാവ് 57 അധ്യായം 20 വാക്യം. അങ്ങനെയെങ്കിൽ അവൻ കയറി വന്നിട്ട് കരയിൽ നിൽക്കുന്ന ഈ പിശാചായ സാത്താൻ എന്ത് ചെയ്യുന്നു? ഈ മൃഗം കയറി വരുമ്പോൾ എന്താ ചെയ്യുന്നത്? 5 വാക്യത്തിലേക്ക് വരാം. നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ ഓടി വരുന്നു. വെളിപ്പാട് പുസ്തകം 13 അധ്യായം 5 വാക്യം. വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. 42 മാസം പ്രവർത്തിപ്പാൻ അധികാരവും ലഭിച്ചു. ഈ അധികാരം കൊടുത്തത് ആരാണെന്ന് 13 അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. സാത്താനാണ് അധികാരം കൈമാറുന്നത്. ലോകത്തിന്റെ അധിപതിയായി തന്നെത്താൻ സ്വയം ഏറ്റെടുത്ത സാത്താൻ ഇവിടെ അധികാരം കൈമാറുകയാണ്. കൃത്യമായി അറിയണം, ലോകത്തിന്റെ അധികാരം സ്വയമായി ഏറ്റെടുത്തവനാ. 1 യോഹന്നാൻ 5:19 കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അങ്ങനെ സ്വയമായ അഹങ്കാരത്താൽ ഏറ്റെടുത്ത ഇവൻ അവന്റെ അധികാരം ആന്റി ക്രൈസ്റ്റിനെ, എതിർ ക്രിസ്തുവിനെ കൈമാറുകയാണ്. ഇവിടെ കൃത്യമായി ശ്രദ്ധിക്കൂ, 2 വിധ കൈമാറ്റമാണ് കാണുന്നത്. സ്വർഗത്തിൽ പിതാവ് പുത്രനെ ലോകരാജ്യങ്ങളുടെ ആധിപത്യം കൈമാറുന്നു. ഭൂമിയിൽ പിശാച് എതിർ ക്രിസ്തുവിനെ അധികാരം കൈമാറുകയാണ്. എന്റെ ചോദ്യം ഇതാണ്, ഇവിടെ ആരാണ് വിജയിക്കുക? പ്രൈസ് ദി ലോർഡ്. ലോകരാജ്യങ്ങളുടെ ആധിപത്യം പിതാവ് കൊടുത്തത് ആണോ വിജയം? സാത്താൻ കൊടുത്തതാണോ വിജയം? ഇവിടെയാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. സാത്താൻ കൈമാറുന്നത് വിജയമല്ല, അത് പരാജയമാണെന്ന കാര്യം അറിഞ്ഞിരിക്കണം. ആമേൻ. സാത്താൻ കൊടുക്കുന്ന അധികാരം അഹങ്കാരത്തിന്റെ അധികാരം, അഹങ്കാരത്തിന്റെ അധികാരം, ആ കൈമാറ്റം, ആ കസേര, ആധിപത്യം പിന്നത്തേതിൽ എന്നേക്കുമായി അവസാനിക്കാൻ പോകുകയാണ്. എങ്കിൽ ഉപവാസത്തിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, സാത്താൻ കൊടുത്ത അധികാരത്താൽ നിങ്ങളുടെ മുമ്പിൽ വന്ന് വിളഞ്ഞു നിൽക്കുന്ന തിളങ്ങി നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ മനസ്സ് വാടുകയല്ല വേണ്ടത്, അതിന് വേരില്ല എന്നറിഞ്ഞിരിക്കേണ്ടതാണ്. അതിന് വേരില്ല എന്നറിയുന്നവർ എത്ര പേരുണ്ട്? നിന്റെ ചരിത്രത്തിൽ, നിന്റെ പഠന ചരിത്രത്തിൽ, വിദ്യാഭ്യാസ ചരിത്രത്തിൽ, ജോലി ചരിത്രത്തിൽ, ഏത് മണ്ഡലത്തിലായാലും ആത്മീക ചരിത്രത്തിൽ നിന്റെ ചരിത്രത്തിന്റെ പ്രഭ, സത്യത്തിൽ പറഞ്ഞാൽ ആ സ്പാർക്ക്, സ്നേഹത്തിന്റെ സ്പാർക്ക്, കൃപയുടെ സ്പാർക്ക്, തേജസ്സിന്റെ സ്പാർക്ക് നിന്നിലുള്ളത് കെടുത്തിക്കളയാൻ വലിയ പ്രോഗ്രാമായി പിശാച് വന്നാൽ ധൈര്യമായി പറയണം, ആ സ്പാർക്കിങ് അതിൽ നിൽക്കില്ല, എന്റെ ദൈവം തരുന്നതേ നിൽക്കൂ എന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തോട് പറയാം, ദൈവമേ, അങ്ങ് ദാനം തരുന്നതിൽ എന്റെ ശ്രദ്ധ വലുതായിരിക്കാനുള്ള കൃപ തരണം കർത്താവ്. അങ്ങ് തരുന്ന ദാനത്തിൽ എന്റെ ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്യാൻ, ഏകാഗ്രപ്പെടുത്തുവാൻ എന്റെ കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. ബഹുമാന്യരായ ക്രൈസ്തവ സംഘടനകൾ പലരും അന്യഭാഷ പറയാൻ തുടങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല. ഹല്ലേലൂയ. എന്റെ കുടുംബത്തിൽ ഒത്തിരി പേര് അച്ഛന്മാരുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമാണ് അച്ഛന്മാരെ. ഇന്നും അവർ ഞാനായിട്ട് വലിയ കമ്പനിയാണ്. ഒരു കമ്പനിക്ക് കുഴപ്പമില്ല. ഒരിക്കൽ ഞാൻ എൻ്റെ കുടുംബത്തിലുള്ള ടോപ്പിൽ നിൽക്കുന്ന, ക്രൈസ്തവ ലോകം അറിയുന്ന, ഇന്ത്യ അറിയുന്ന ഒരു ടോപ്പിൽ നിൽക്കുന്ന ബഹുമാന്യ അച്ഛനോട് ഞാൻ ചോദിച്ചു, പ്രൈസ് ഗോഡ്, ഏതായാലും ഇപ്പൊ നിങ്ങൾ ബഹുമാന്യരായി നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അന്യഭാഷ പറയുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്, നന്നായി പരിപാടി ചെയ്യുന്നുണ്ട്, സന്തോഷം. പക്ഷെ ഞങ്ങൾ അന്യഭാഷ പറഞ്ഞിരുന്ന സമയത്ത് പാട്ട് കൊട്ടി ഞങ്ങളെ കളിയാക്കിയ ടൈം ഞങ്ങൾ അറിയുന്നു. അത് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ എന്നെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, ഞങ്ങളെ ഓർമ്മപ്പെടുത്തല്ലേ എന്ന്. ഞങ്ങളെ ആ കാര്യം ഓർമ്മപ്പെടുത്തല്ലേ. അപ്പോഴെനിക്ക് മനസ്സിലായത്, സാധുക്കളായ നമ്മളെ പിന്നാലെ അനുഗമിക്കുവാൻ വലിയ ലോകം വന്നിരിക്കുന്നു ഇപ്പോൾ. പ്രൈസ് ദി ലോർഡ്. ഈ കാര്യം നിങ്ങൾ എത്ര പേര് മനസ്സിലാക്കി? നമ്മുടെ അന്യഭാഷയിലെ ആരാധന അനുധാവനം ചെയ്യുവാൻ ആയിരങ്ങൾ ഇപ്പോൾ പുറകിൽ വന്നിരിക്കുകയാണ്. നമ്മൾ പറയുന്നതിന് മുമ്പ് അവർ പറഞ്ഞില്ല, പകരം അവർ പാട്ട് കൊട്ടി സ്വീകരിക്കുകയായിരുന്നു. അവിടെ അന്നത്തെ അറിവ് അതായിരുന്നു. ഇന്ന് അവരെ അറിവ്
പുതുക്കിയിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തിൽ സന്തോഷിക്കുന്നു. അത് ചെയ്യുന്നത് തിരുവെഴുത്ത് പ്രകാരമായിരിക്കണം. ആണെങ്കിൽ അവർക്ക് നന്മയായിരിക്കും. തിരുവെഴുത്ത് പ്രകാരം അല്ലെങ്കിൽ അത് അവർക്ക് ദുരിതമായിരിക്കും എന്ന കാര്യം അറിഞ്ഞിരിക്കണം. ഇവിടെ നിശ്ചയമായിട്ട് പറയട്ടെ, പിതാവായ ദൈവം പരിശുദ്ധാത്മാവിന്റെയും ദൂതന്മാരുടെയും ലോകത്തിലെ എല്ലാവരുടെയും ശ്രദ്ധയല്ല അത്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, സ്വർഗത്തിൽ വെച്ച് പിതാവായ ദൈവം പരിശുദ്ധാത്മാവിന്റെയും ദൂതന്മാരുടെയും ഇതര സൈന്യങ്ങളുടെയും മുമ്പിൽ വെച്ച് 4 യുഗങ്ങളിലെ വിശുദ്ധന്മാരുടെ മുമ്പിൽ വെച്ച് അധികാര കൈമാറ്റം ചെയ്യുകയാണ്. അത് ലോകരാജ്യങ്ങളുടെ അധികാര കൈമാറ്റം ചെയ്യുന്നു. എന്നാൽ ഭൂമിയിൽ ആരൊക്കെ വരുന്നു? പിശാച് വെട്ടേറ്റ് വീഴുന്നു. എതിർ ക്രിസ്തുവിനെ അധികാര കൈമാറ്റം കൊടുക്കുകയാണ്. ആ അധികാര കൈമാറ്റത്തിന് എത്ര നാള് അത് വേരുണ്ട് എന്ന കാര്യം പഠിക്കണം. അവിടേക്ക് നമ്മൾ വരുന്നുണ്ട്. വായിക്കാം, നമുക്ക് ഒന്ന് വായിക്കാം മോളെ. Chapter 12 and 13. Woman and man-child and heavenly throne fight in heaven. Dragon and his army, and Michael and his army. Dragon and his army. From heaven to earth with great wrath, war on earth. Dragon and woman. Dragon and the rest of the seed of woman. ഈ ഭാഗവതം 1 മിനിറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. വെളിപ്പാട് 12, 13 അധ്യായങ്ങളിൽ സ്ത്രീയും ആൺകുട്ടിയും സ്വർഗീയ സിംഹാസനവും കാണുന്നു. വെളിപ്പാട് 12 സ്ത്രീയും ആൺകുട്ടിയും സ്വർഗ സിംഹാസനവും കാണുന്നു. മാത്രമല്ല അവിടെ യുദ്ധങ്ങളും കാണുന്നു. പാമ്പ് എന്നാണ് വിളിച്ചിരിക്കുന്നത്. പാമ്പ്, ആ ഡ്രാഗനെ വിളിച്ചിരിക്കുന്നത്, അത് ഹിസ് ആർമി. അവരും മീഖായേലും ആർമികളുമായി വലിയ യുദ്ധം ചെയ്യുന്നു. ആ യുദ്ധം ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവര് യുദ്ധത്തിന് ശേഷം ഇവിടെ വരുന്നത്, ഭൂമിയിലേക്ക് എത്തുന്നത്. നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. അങ്ങനെ ഭൂമിയിലേക്ക് എത്തുമ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്. 13-ാം അധ്യായത്തിൽ മറ്റൊരു മൃഗം വെളിപ്പെടുന്നു. ആ മൃഗത്തെ കുറിച്ച് എന്താ പറയുന്നത്? അത് കള്ളപ്രവാചകനാണ്. മറ്റൊരു മൃഗം കള്ളപ്രവാചകനാണ്. അവനും ഇവിടെ വരുന്നുണ്ട് ഭൂമിയിൽ എന്ന് അറിഞ്ഞിരിക്കണം. ഇക്കാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഓർപ്പിക്കുകയാണ്. അപ്പോൾ ആരൊക്കെയായി? സാത്താനായി, എതിർ ക്രിസ്തുവായി, കള്ളപ്രവാചകനായി. ഇവർ 3ഉം സമ്മേളിക്കുകയാണ് ആ സമയത്ത്. അങ്ങനെ സമ്മേളിക്കുന്ന ഈ സംഗതി കൃത്യമായി മനസ്സിലാക്കുക. സ്വർഗത്തിൽ പിതാപുത്രൻ പരിശുദ്ധാത്മാവ് സമ്മേളിക്കുന്നു. ഭൂമിയിൽ ലോകാധിപത്യം കൈമാറാൻ പിശാച് അധികാരം കൊടുക്കുമ്പോൾ അവർ 3 പേരും അവിടെ ഒന്നിക്കുകയാണ്. ഇതാണ് ലോകാവസാന ചരിത്രത്തിലെ അർദ്ധരാത്രിയിലെ ഏറ്റവും പ്രധാന സംഭവം. 2 ഇടങ്ങളിൽ അധികാര കൈമാറ്റമാണ്. ഇവിടെ ഒരു ചോദ്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാറുണ്ട്. ആ ചോദ്യം കൃത്യമാണ്. നമുക്ക് നമ്മുടെ കർത്താവ് വല്ല അധികാരം കൈമാറിയിട്ടുണ്ടോ? ഉപവസിക്കുന്ന ദൈവങ്ങളോടും കരയുന്ന ദൈവങ്ങളോടും ഞാൻ പറയാണ്, നമുക്ക് ദൈവം അധികാരം കൈമാറിയിട്ടുണ്ടോ? നിശ്ചയമായിട്ടും യോഹന്നാൻ 1:12 മുതൽ അധികാര കൈമാറ്റമാണ്, അല്ലേ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കൾ ആകാനുള്ള അധികാരം കൊടുത്തതാണ്. ദൈവമക്കൾ ആയിരുന്നല്ല, അവനെ കൈക്കൊള്ളണം. റിസീവ് ഹിം ആൻഡ് ബിലീവ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. അവന്റെ നാമത്തിൽ വിശ്വസിക്കണം. ആ ടൈമിൽ നമുക്കൊരു അധികാരം കിട്ടുകയാണ്. ഇങ്ങനെ അധികാരം തുടങ്ങിയ ദൈവമക്കൾ എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? അത് ദൈവത്തിൽ നിന്നുള്ള അധികാരമാണെന്ന് ഉറപ്പുള്ളവർ കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. ദൈവമക്കളാകാനുള്ള അധികാരം, ദൈവമക്കളാകാനുള്ള അധികാരം. ഞാൻ ഒന്നുകൂടെ തീർത്തു പറയുകയാണ്, നമ്മുടെ കർത്താവ് നമുക്ക് അധികാരം തുടങ്ങുന്നത് അവനെ കൈക്കൊണ്ടപ്പോഴാണ്, അവന്റെ നാമത്തിൽ വിശ്വസിച്ചപ്പോഴാണ്. അന്ന് മുതൽ ദൈവമക്കളാകാനുള്ള അധികാരം കിട്ടി. അധികാരം ഉപയോഗിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് എന്റെ ചോദ്യം. ആമേൻ. അധികാരം ഉപയോഗിക്കുന്നവർ എത്ര പേരുണ്ട്? ഇന്ന് രാത്രി ദൈവം നമുക്ക് തന്ന അധികാരം ഉപയോഗിക്കാൻ തയ്യാറായാൽ സാത്താന് നിന്റെ കുടുംബത്തിൽ, നിന്റെ ചരിത്രത്തിൽ കയറി നിന്ന് നൃത്തം വെച്ച് ആനന്ദിക്കാനുള്ള അവസരം വേറില്ല. അത് കർത്താവ് അറുത്തു മാറ്റുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ചില വ്യക്തികൾ ഇതിനകത്തിരിക്കുന്നവർ, മാധ്യമങ്ങൾ വഴി ശ്രമിക്കുന്നവർ പറയുന്നുണ്ട്, സാറേ എത്ര കരഞ്ഞിട്ടും ഒരു വിടുതലുമില്ല, എത്ര ഉരുകിയിട്ടും വിടുതലില്ല. എന്താണ് കർത്താവ്
സംഭവിക്കാത്തത്, ആ വിടുതൽ കിട്ടാത്തത്. ഒന്നും വിഷമിക്കണ്ട. എന്റെ കർത്താവിനെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കെതിരെ എഴുന്നേറ്റിട്ടുള്ള ഒരു പോരാളിക്കും വേരില്ലെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ഒരു പോരാളിക്കും, ഒറ്റ പോരാളികൾക്കും വേരില്ല എന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ഇത് നിങ്ങൾ കൃത്യമായി അറിയണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഇത് നമുക്ക് ഒന്നിച്ചൊന്ന് വായിക്കാം. Praise the Lord. Revelation 13 verses 1 to 18. The assembly of 3 satanic dominions. 3 സാത്താന്യ ആധിപത്യങ്ങളുടെ സമ്മേളനം. Midnight of the transfer of satanic dominion in global history. ആഗോള ചരിത്രത്തിൽ സാത്താന്യ ആധിപത്യ കൈമാറ്റത്തിന്റെ അർദ്ധരാത്രി. An important stage in the change of dominions, character of the world, nation. ലോകരാഷ്ട്രങ്ങളുടെ ആധിപത്യ സ്വഭാവത്തിലെ മാറ്റത്തിലെ ഒരു പ്രധാന ഘട്ടം. Great satanic interest changes in the global village for all systems. എല്ലാ വ്യവസ്ഥകൾക്കും ആഗോള ഗ്രാമത്തിൽ വലിയ സാത്താന്യ താല്പര്യ മാറ്റങ്ങൾ. ഇവിടെ 13-ാം അധ്യായത്തിൽ നിന്ന് പഠിക്കേണ്ട വലിയൊരു തത്വമുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചെഴുതണം. ലോകരാജ്യങ്ങളുടെ മാറ്റം വരാൻ പോകുകയാണ്. എങ്ങനെ? അട്ടിമറി മാറ്റം വരാൻ പോവുക. ഈ ആധിപത്യം ആന്റി ക്രൈസ്റ്റ് ഏറ്റെടുത്താൽ ഒന്നാമത് കലണ്ടർ മാറ്റം വരും, രണ്ടാമത് ആരാധനയ്ക്ക് മാറ്റം വരുത്തും. അങ്ങനെ തുടങ്ങി അവൻ വരുത്താൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ച് ദാനിയേലിലും വെളിപ്പാടിലും കൃത്യമായി എഴുതിയിട്ടുണ്ട്. കർശനമായ നിലപാടുകൾ എടുക്കും. 666 നമ്പർ എല്ലാവരും സ്വീകരിക്കണമെന്ന് പറഞ്ഞ് വലിയൊരു യുദ്ധം ചെയ്യും. ഈ പറയുന്ന ആധിപത്യ കൈമാറ്റത്തിൽ അവൻ നടത്താൻ പോകുന്ന വലിയ പ്രതിസന്ധിയിലും അറിഞ്ഞിരിക്കേണ്ട കാര്യം ഓർക്കുക. ആരും മറക്കല്ലേ, 2 സാക്ഷികൾ അന്നും യേശുവിനെ പ്രസംഗിക്കാൻ തുടങ്ങുക. സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? സധൈര്യം 2 സാക്ഷികൾ പ്രവചിക്കാൻ തുടങ്ങുക. ഇത്ര വലിയ സംഭവങ്ങൾ നടക്കുമ്പോൾ കൃത്യമായി പറയട്ടെ, അന്നും വചനം പ്രസംഗിക്കാൻ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് നമ്മൾ കണ്ടു 12-ാം അധ്യായത്തിൽ. പ്രൈസ് ദി ലോർഡ്. യേശുവിന് വേണ്ടി നിൽക്കാൻ ഒരു ഗ്രൂപ്പുണ്ട്. എങ്കിൽ കഠിന പ്രതിസന്ധി അനുഭവിക്കുന്ന ഏതാണ്ട് 59 രാജ്യങ്ങളുണ്ടെന്നാണ് എന്റെ അറിവ്. ദൈവജനങ്ങളുടെ മധ്യത്തിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന 59 രാജ്യങ്ങൾ. അതിൽ 10 രാജ്യങ്ങളാണ് ഏറ്റവും കാഠിന്യമായി ദുഃഖം അനുഭവിക്കുന്നത്, പ്രതിസന്ധി അനുഭവിക്കുന്നത്. അതിനെക്കുറിച്ച് കണക്കെടുക്കുന്ന ഒരു ടീം അമേരിക്കയിൽ പ്രയർ ആരംഭിച്ചിട്ടുണ്ട്. ആ പ്രയർ ആരംഭിച്ച ടീമിലെ പ്രസിഡന്റ്, സെക്രട്ടറി ഒക്കെ പറഞ്ഞത് നേരിട്ട് ഞാൻ കേൾക്കുകയുണ്ടായി. ആ പ്രയർ നടത്തുന്ന ഒരാള് എൻ്റെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു 4 കൊല്ലത്തോളം. അദ്ദേഹവും നേരിട്ട് ഈ കാര്യം പറഞ്ഞു. ഞാൻ നിങ്ങളോട് തുറന്നു പറയട്ടെ, എത്ര കഠിന പ്രതിസന്ധികൾ വന്നാലും, എത്ര വലിയ അർദ്ധരാത്രിയുടെ മൂർധന്യ സ്വഭാവം വന്നാലും, സ്വർഗത്തിലെ തമ്പുരാൻ പറയുകയാണ്, ഇതൊന്നും വേരിറങ്ങില്ല. ഇതെല്ലാം സജ്ജമാക്കിയ നിത്യതയിലേക്ക് ഉടനെ വഴിമാറാൻ പോകുകയാണ്. ഉടനെ, ഞാൻ ഒന്നുകൂടെ എടുത്തു പറയട്ടെ, സജ്ജമാക്കിയ അതെ നിത്യതയിലേക്ക്, സെറ്റനിറ്റിയിലേക്ക് ഈ ബഹളം ഉണ്ടാക്കിയവർ 3.5 കൊല്ലത്തിനുള്ളിൽ പെട്ടെന്ന് അവരെ പോകാൻ പോവുക സജ്ജമാക്കിയ നിത്യയിലേക്ക്. തെളിവ് എവിടെയാ പാസ്റ്റർ എന്ന ചോദ്യം എടുക്കാൻ നമുക്ക് എല്ലാവരും എടുത്താട്ട് വെളിപ്പാട് 19-ന്റെ 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ മുഴുവൻ വായിക്കേണ്ട. 17-ാം വാക്യവും 21-ാം വാക്യവും വായിച്ചാട്ട്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 17-ാം വാക്യം. ഒരു ദൂതൻ സൂര്യനിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളോടും, രാജാക്കന്മാരുടെ മാംസവും സഹസ്രാധിപന്മാരുടെ മാംസവും വീരന്മാരുടെ മാംസവും കുതിരപ്പുറത്തിരിക്കുന്നവരുടെ മാംസവും സ്വതന്ത്രന്മാരും ദാസന്മാരും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെ മാംസവും തിന്മാൻ മഹാദൈവത്തിന്റെ അത്താഴത്തിന് വന്നുകൂടുവിൻ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഹർമഗദ്ദോൻ കഴിഞ്ഞിട്ടാണ് ഈ അത്താഴം. അത് കഴിഞ്ഞ് 21-ാം വാക്യത്തിലേക്ക് വരണം. 20-21 വന്നാൽ ഒരു കാര്യം വ്യക്തമാണ് ഇവിടെ. 21-ാം വാക്യം. ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് കൊന്നു. അവരുടെ മാംസം തിന്നു സകല പക്ഷികൾക്കും തൃപ്തി വന്നു. 20-ാം വാക്യം. മൃഗത്തെയും അതിന്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും
ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. 3.5 കൊല്ലത്തിനുള്ളിൽ സജ്ജമാക്കിയ നിത്യതയിൽ, നിത്യാഗ്നിയിൽ, നിത്യനരകത്തിൽ അവരെ തള്ളി. അവർക്ക് വേരില്ല എന്നറിയുന്നവർ എത്ര പേരുണ്ട്? ഇന്ന് ഈ ദൂത് കേൾക്കുന്നവരോട് തീർത്തു പറയുകയാണ്, നിന്നെ കരയിപ്പിക്കുന്ന, നിന്നെ ദുഃഖിപ്പിക്കുന്ന, നിന്റെ കണ്ണു നിറയിക്കുന്ന, നിന്റെ ഹൃദയം ഉടയുവാൻ ശക്തമായി പ്രതികാരം നടത്തുന്ന, വലിയ പ്രതികാര ചിന്തയിൽ തകർക്കാൻ നോക്കുന്ന ദുഷ്ടശക്തികളുടെ വേര് അധികം ഇറങ്ങില്ല. ആ വേര് സജ്ജമാക്കിയ നിത്യതയിലേക്കുള്ളതാണ്. ഇതറിയുന്നവർ എത്ര പേരുണ്ട്? വ്യക്തികളോട് നമുക്ക് വൈരാഗ്യമില്ല. വ്യക്തിയിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികളോടാണ് നമുക്ക് യുദ്ധം എന്നറിയുന്നവർ ഇന്ന് രാത്രി കേൾക്കുക. എഴുന്നേറ്റിട്ടുള്ള പൈശാചിക ശക്തിയെ യേശുവിന്റെ നാമത്തിൽ അറസ്റ്റ് ചെയ്ത് മാറ്റാനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. മത്തായി 12:29 28-29 വാക്യങ്ങളിൽ ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ച് ആ ഭാഗം നമുക്ക് നിർത്താം. Matthew 12 verses 28 and 29. What if I cast out devils by the Spirit of God, then the kingdom of God is come unto you. Or else, how can one enter into a strong man's house and spoil his goods, except he first bind the strong man? He first മുതൽ നിർത്തി വായിച്ച നമ്മൾ എല്ലാവരും കേൾക്കട്ടെ. രണ്ടോട്ടം വായിച്ചോളൂ. He first bind the strong man and then he will spoil his house. ഒരു ഹല്ലേലൂയ പറയാൻ എത്ര പേർക്ക് പറ്റും? നമ്മൾ ആദ്യമേ ബൈൻഡ് ചെയ്യണമെന്നേ. നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മുടെ വ്യാപാര സ്ഥലത്ത്, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥലത്ത്, നമ്മുടെ ശരീരത്തിന്റെ മണ്ഡലത്തിൽ, ഫിസിക്കലി, മെന്റലി, സ്പിരിച്വലി നമ്മൾ എംപ്ലോയ് ചെയ്തിരിക്കുന്ന ഏതെല്ലാം സ്ഥലമുണ്ടോ, നമ്മുടെ എഡ്യൂക്കേഷൻ ഏരിയയിലുണ്ടോ, അവിടെയൊക്കെ കയറി വരുന്ന ദുഷ്ടശക്തികളെ അറസ്റ്റ് ചെയ്യാൻ യേശുവിന്റെ നാമം ഉപയോഗിക്കുന്നവർ എത്ര പേരുണ്ട്? ഈ ദിവസങ്ങളിൽ ഞാനത് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അറിയാൻ പറയുന്നു, നമ്മുടെ ക്ലാസ് 1100 മണിക്കൂർ വായിച്ചു പഠിച്ച് റിപ്പോർട്ട് എഴുതിയതിനെ കുറിച്ച് റിപ്പോർട്ട് എനിക്ക് കിട്ടി. ഞാൻ ഞെട്ടിപ്പോയി. അങ്ങനെ വായിക്ക് പഠിക്കുന്ന ഒരു കൂട്ടത്തിൽ ഒരാള് ഒരു മെസ്സേജ് എനിക്ക് അയച്ചിരിക്കുക. ആ മെസ്സേജ് ഇതാണ്: സാറേ, ഞാനിത് കടന്ന് വിശ്വസിച്ചുകൊണ്ടാണ് പഠിക്കുന്നത്, ഞാനിത് വളരെ വിശ്വസിച്ചുകൊണ്ട് എഴുതുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും, ഞങ്ങളുടെ കുടുംബത്തിനെതിരെ, കുഞ്ഞുങ്ങൾക്കെതിരെ, ജോലിക്കെതിരെ, ആരോഗ്യത്തിനെതിരെ, ചിന്തകൾക്കെതിരെ കൊണ്ടു നടക്കുന്ന സജ്ജമാക്കിയ വലിയ പ്രോഗ്രാമിനെതിരെ സ്വർഗം എനിക്ക് വേണ്ടി അനുകൂലമായിരിക്കുമ്പോൾ തന്നെ ഇതാ പൈശാചിക തൃത്വം അന്ന് എതിരായിരിക്കുന്നു, ഇന്ന് പിശാചും സൈന്യങ്ങളും എതിരായിരിക്കുന്നു. പക്ഷെ പേടിക്കേണ്ടതില്ല. എഫേസ്യ ലേഖനത്തിൽ വ്യക്തമായി പറയുന്നു ഒരു വാക്യം, അത് വായിച്ച് നമ്മുടെ ക്ലാസ് ക്ലോസ് ചെയ്യാം. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10 മുതൽ എല്ലാവരും ശ്രദ്ധിച്ചു വായിക്കണം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുകയും. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. എഫേസ്യ ലേഖനം ആദ്യത്തെ 5 അധ്യായങ്ങൾ തീരുന്നത് ക്രമങ്ങളുടെ അധ്യായമാണ്. ക്രമങ്ങളുടെ, കുടുംബക്രമമാവണം, ആരാധന ക്രമമാവണം, അങ്ങനെ ഒത്തിരി ക്രമങ്ങളുടെ അധ്യായമാണ്. എന്നിട്ടാ പറയുന്നത് ഒടുവിൽ. അതെല്ലാം ക്രമമാക്കാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിയോട് പറയുക, ഒടുവിൽ നീ എന്താ ചെയ്യേണ്ടത്? ശക്തിപ്പെടണം. ഏത് ശക്തി? ആ വാക്യം നിർത്തി വായിച്ച്. ഏതെല്ലാം ശക്തിയിലെ അത് നമ്മൾ ബലപ്പെടേണ്ടത്? ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും. ഉപവാസത്തിലിരിക്കുന്ന എല്ലാവരോടും പറയുന്നു, കർത്താവിൽ ബലപ്പെടുന്നവർ എത്ര പേരുണ്ട്? അവന്റെ അമിത ശക്തിയിൽ ബലപ്പെടുന്നവർ എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. നിന്റെ വേരിളക്കി ചരിത്രത്തിൽ പറിച്ചു മാറ്റാൻ വലിയ കൊടുങ്കാറ്റ് രൂപത്തിലാണ് പിശാച് പ്രതിസന്ധികൾ കൊണ്ടിരുന്നത്. പക്ഷെ ധൈര്യമായി പറ, അവിടെ കർത്താവിൽ ബലപ്പെട്ടാൽ കർത്താവ് എനിക്ക് ഒരു ദോഷം ചെയ്യില്ല. കർത്താവ് എനിക്ക് ഒരു ദോഷം ചെയ്യില്ല. വിശ്വസിക്കണം, കർത്താവിൽ ബലപ്പെടണം. 2, അവന്റെ അമിത ബലത്തിൽ ബലപ്പെടണം. ഒടുവിൽ അതിനാണ് ഇരിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട പരിപാടി, അത് കഴിഞ്ഞിട്ട് മിനിസ്ട്രി. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇവിടെ എനിക്ക് വലിയ അനുഭവം പറയാനുണ്ട്. ഞാനിപ്പോ പറയാൻ സമയം എടുക്കുന്നില്ല, പിന്നീട് നമുക്ക് ആ അനുഭവം കേൾക്കേണ്ടതാണ്.
അത് കഴിഞ്ഞിട്ട് വായിച്ച മോളെ 11-ാം വാക്യം. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുക. സർവായുധ വർഗം, പെനോപ്ലിയ. 3 ടൈപ്പ് പെനോപ്ലിയാണ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്. അതിലൊന്നാണ് ദൈവത്തിന്റെ സർവായുധ വർഗം. 3 ടൈപ്പ് സർവായുധ വർഗമാണ് ബൈബിളിലുള്ളത്. അതിലൊന്നാണ് ദൈവത്തിന്റെ സർവായുധ വർഗം. അത് ധരിക്കണം. അത് ധരിച്ചോണ്ട് കർത്താവിലും അവന്റെ അമിതബലത്തിലും ബലപ്പെട്ടിട്ട് വേണം അടുത്ത യുദ്ധത്തിന് ഇറങ്ങാൻ. പ്രൈസ് ഗോഡ്. മത്തായി 12:29 കൊണ്ട് ഓർക്കണം. ഇത്രയും കഴിഞ്ഞിട്ട് യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ യേശുവിന്റെ നാമത്തിൽ അറസ്റ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അറസ്റ്റ് വരിക്കാൻ തക്ക പ്രോഗ്രാം സ്വർഗം ഒരുക്കുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? വിശ്വസിക്കുന്നവർ കരമുയർത്തി പറയാം, ഉവ്വ് കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ കർത്താവ് അത് ചെയ്യും. ബൈബിളിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാകും എന്നുറപ്പുള്ളവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഞാനിവിടെ നിർത്തട്ടെ. ചില കാര്യങ്ങൾ ഓർപ്പിച്ചല്ലോ. 2 വിധ ആധിപത്യ കൈമാറ്റം. ഒന്ന്, പിതാവായ ദൈവം സ്വന്തം പുത്രന് കൈമാറുന്നു. 2, പിശാച് വീണ ശേഷം എതിർ ക്രിസ്തു എന്ന പുത്രനെ കൈമാറുന്നു. ആ കൈമാറ്റം വന്നു കഴിഞ്ഞാൽ ലോക ചരിത്രത്തിൽ വലിയ മാറ്റം 3.5 കൊല്ലം കൊണ്ട് വരുത്താൻ നോക്കും. പക്ഷേ അതിന് വേരില്ല. സ്വർഗം നമ്മളെ അനുഗ്രഹിക്കുവാൻ പദ്ധതി ഇടുന്നുണ്ട്. 3.5 കൊല്ലം കഴിഞ്ഞാൽ ഇവർ 3 പേരും അവർക്ക് സജ്ജമാക്കിയ നിത്യതയിലേക്ക് പോവുക. ആമേൻ. 2 പേർ ആദ്യം നിത്യനരകത്തിൽ വീഴും. പിശാച് അഗാധകൂപത്തിൽ വീഴും. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും 3ാമത് പിശാച് നിത്യനരകത്തിൽ വീഴും. ചോദ്യം ഇതാണ്, നമ്മളോ നിത്യതയിൽ നമ്മുടെ കർത്താവിനോടുകൂടെ കഴിയുകയാണ്. നിത്യമായ നിത്യതയിൽ 1000 ആണ്ട് ഇവിടെ വാഴും. അത് കഴിഞ്ഞ് നിത്യതയിൽ ഒരു നിത്യത മുഴുവൻ ചെലവഴിക്കും. ഇതിനു വേണ്ടി ഒരുങ്ങിയവർ എത്ര പേരുണ്ട്? സന്തോഷത്തോട് ഹല്ലേലൂയ പറയാൻ പറ്റുമോ? ഇവിടെയാണ് നോർത്ത് ഇന്ത്യയിലുള്ള സുനിലിനെ കൊണ്ടും നോർത്ത് ഇന്ത്യയിലുള്ള ജേക്കബ് സാറിനെ കൊണ്ടും പാട്ടൊക്കെ പാടിപ്പിക്കേണ്ടത്. 2 പേരുടെ വീട്ടിലും സജ്ജീകരണങ്ങളുണ്ട്. അവർ 2 പേരെ ഒരുമിച്ച് പാടിപ്പിക്കേണ്ടതാണ്. പക്ഷേ നമ്മുടെ ടൈം ഇവിടെ അവസാനിക്കുന്നുണ്ട്. ചോദിച്ചോട്ടെ, ഇന്ന് മുതൽ വലിയൊരു യുദ്ധത്തിന് തയ്യാറാകുകയാണ്. അറ്റ് ഫസ്റ്റ് യു നോ ദ മെത്തോഡി ഓഫ് സൈത്താൻ. പിശാചിന്റെ തന്ത്രം അറിയുക. then fight against him. അവനെതിരെ പോരാടുക. സ്വർഗം നമ്മളെ അനുഗ്രഹിക്കട്ടെ. God bless you.